സാർ, എന്താ ഇത്? ഇവിടെ ചുമ്മാ ഇരുന്ന് എനിക്കെന്തോ തല ധരിക്കുന്നു. എന്നാൽ രാത്രി ഉറങ്ങാൻ പറ്റില്ല. ശരിയാണ്, പകൽ ജോലി ചെയ്ത് ക്ഷണിച്ചൊരു കൂലിവേലക്കാരൻ രാത്രിയിൽ തളർന്നുറങ്ങും. ആ സുഖം ആർക്കും കിട്ടില്ല. തടികളാകാതെ കാറിൽ മേസി റൂമിലും കഴിയുന്ന പണക്കാർക്ക് ഉറങ്ങാൻ ഉറക്കപ്പുളിയ വേണം. പിന്നെ വേറെയും മരുന്നുകളുണ്ട്. സാറിന് വേണമെങ്കിൽ ഏർപ്പാടാക്കാം. എടുക്കണം, വക്കീൽ സാറായിരിക്കും. ഹലോ എന്ന് ചോദിക്കും. തിരിച്ച്. ഹലോ ഹലോ, രഘു മുറിയിലുണ്ടോ? കൊടുക്കണോ? ഏതൊരു പെണ്ണ് ചീത്ത പറയണം. യെസ്, രഘു ഹിയർ. പപ്പു ഇനിയും വന്നില്ല. താൻ കൊടുത്തയച്ചില്ലേ? എന്ത്? പെത്തടി. ഇല്ല. രഘു പ്ലീസ്. നീ പണക്കാരിയല്ലേ, കാശ് കൊടുത്താൽ എന്തും വാങ്ങിക്കാമല്ലോ. ഒന്നും വേണ്ട. കഴിഞ്ഞ സംഭവത്തിന് മാപ്പ് പറ. നീ എന്റെ മുന്നിലേക്ക് നോട്ട് വിളിച്ചറിയില്ലേ? മാപ്പ്. ഐ ആം സോറി. എന്നാലേ കൊടുത്തയച്ചിട്ട് 1 മണിക്കൂറായി. താൻ എവിടെയായിരുന്നു ഇത്ര നേരം? 1 മണിക്കൂറായില്ലേ രഘു തന്നയച്ചിട്ട്? ഇല്ല, അവൻ പറഞ്ഞത് കേട്ട ഉൾപ്പുള്ളവരാരും സഹിക്കില്ല. എന്ത് പറഞ്ഞു? കുഞ്ഞിനെ പറ്റി തന്നെ. കൊണ്ടാ? ഇല്ല, കുഞ്ഞ് എന്തിനു നശിക്കുന്നു. ഞാനിതിന് കൂട്ടി നിൽക്കില്ല. എടോ, താനെന്നെ തരൂ, ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഇതിലും ഭേദം അതാണ്, ഭ്രാന്ത് പിടിച്ച് ചാവുക. എടുക്ക്. ഇല്ല. ഇന്ന നശിക്ക്, പോയി ചാവ്. നിന്നെ രക്ഷിക്കാൻ എനിക്കല്ല, ദൈവത്തിന് പോലും കഴിയില്ല. മുതലാളി, ഇതാ. ഈ ജോലി എനിക്ക് വേണ്ട മുതലാളി. എന്താ അപ്പൊ നീ ഇവിടുന്ന് പെട്ടെന്നിങ്ങനെ? ഈ പണി പോയാ ജീവിക്കാൻ വഴിയില്ല മുതലാളി. അതുകൊണ്ട് പലതിനും ഞാൻ ഇവിടെ കൂട്ടുനിന്നു. ഇനി വയ്യ. എന്താ ഉണ്ടായത്? രതിമോളെ ഞാൻ തല്ലി. എന്താ നീ പറഞ്ഞത്? അടിക്കൂ മുതലാളി, എന്നെ അടിക്കൂ. രതിമോളെ ചെറുപ്പത്തിൽ ഈ തോളിലിട്ട് ഉറക്കിയവനാണ് ഞാൻ. ഇന്ന് അവക്ക് മയങ്ങാൻ ഞാൻ മരുന്ന് വാങ്ങിച്ചു കൊടുക്കണം. പെട്ടത് കുത്തിവെക്കാൻ. എതിർത്ത് നോക്കി, ഫലിച്ചില്ല. തിരുത്താൻ ശ്രമിച്ചു, കഴിഞ്ഞില്ല. ആ കുട്ടി എന്റെ മുമ്പിൽ കിടന്ന് നശിക്കുന്നതാണ്. എനിക്ക് വയ്യ മുതലാളി. ഇന്ന് രാത്രി സാറിന്റെ ഉറക്കം സുഖമാക്കാൻ ഞാൻ ഒരു മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കൊരു മരുന്നും വേണ്ട. മാർക്കറ്റിൽ പുതിയതായിട്ട് ഇറങ്ങിയതാ, അതുകൊണ്ട് വലിയ വില കൊടുക്കേണ്ടി വന്നു. സാറിന് പരീക്ഷ നോക്കണം. സൈനബ, നീയും നീ പൊയ്ക്കോ. കടന്നു പോവാൻ. അങ്ങനെ പറയരുത്. നിർബന്ധിച്ച എന്നെ ഇവര് പല സ്ഥലത്തും കൊണ്ടുപോയത്. എതിർത്തപ്പോ തല്ലി, കാലിന്റെ അടിയില് തീ വെച്ച് പൊള്ളിച്ചു. നിങ്ങൾക്ക് വഴങ്ങില്ലെന്നറിഞ്ഞ അവരെന്നെ കൊല്ലും.
ആര്? ആരാ നിന്നെ നശിപ്പിച്ചത്? അത്താണി വർഗീസ്. അവനാണോ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്? അല്ല, സീതയാക്ക. എന്താ? എന്റെ സൈനബേ നിങ്ങൾ എവിടെ കഴിച്ച്? സൈനബയോ? ഏത് സൈനബ? ബീബി താത്തയുടെ മകൾ സൈനബ നിങ്ങൾക്ക് അറിയില്ലേ? കണ്ട ചൂളത്തി പെണ്ണുങ്ങളുടെ കാര്യം അന്വേഷിക്കാനാണ് നിങ്ങളുടെ കാര്യം വന്നത്. സൈനബയെ ചൂളത്തെ അയച്ചത് നിങ്ങളാണ്. എടാ, തോന്നിയ ദിവസം പറഞ്ഞാലുണ്ടല്ലോ, നീ വന്നതുപോലെ തിരിച്ചു പോവില്ല. ഇന്നെനിക്ക് പേടിയില്ല സാഹിബേ. ഒരു മുസ്ലിം പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ സമുദായത്തിൽ പെടാത്ത കാരണം പറഞ്ഞ് നിങ്ങൾ എന്നെ സമ്മതിച്ചില്ല. ഇന്ന് സീതയെ അവളെ ഹോട്ടൽ മുറിലേക്ക് വരുന്നത് ജാതിയും മതവും നോക്കിയാണാ? നിങ്ങൾ എല്ലാരും കൂടെ അവളെ നശിപ്പിച്ചു, എന്റെ സൈനബയെ പഴപ്പിച്ച്. ബാബു, നീ പറഞ്ഞത് നേരാണെങ്കിൽ എന്റെ ഭാഗത്തും തെറ്റില്ല. അവളെ പഴപ്പിച്ചത് ആരാണെന്ന് ഞാൻ അന്വേഷിക്കും. അവരെ ഞാൻ വെറുതെ വിടൂല. അതുകൊണ്ട് സൈനബയുടെ സങ്കടം മാറില്ല. നേരാണ്, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ബാബു ഇതൊന്നും. എന്റെ തെറ്റിന് ഞാൻ ഇന്ന് വരെ ഒരുത്തിനോട് മാപ്പ് ചോദിച്ചിട്ടില്ല. എന്നോട് ഞാൻ ചോദിക്കുകയാണ്. വാ, ഇരിക്കെ. എനിക്കാരുടെ സർക്കാരും വേണ്ട, സഹായവും. എനിക്ക് എന്റെ പണം കിട്ടണം. ദാസപ്പനോട് ചോദിക്കും, അവനല്ലേ പണം ബാങ്കിലിട്ടത്. എടാ നമുക്ക് നീ ആ പെണ്ണ് ഹോട്ടലിൽ കൊണ്ടുപോയടാ. നിർത്ത് സാഹിബേ, ഇനി എന്നെ അടിക്കരുത്. ഒരു കാലത്ത് എന്റെ തോളി കൈയിട്ടുകൊണ്ട് നടന്നവനാ നിങ്ങൾ. ഓർമ്മയുണ്ടല്ലോ, അന്ന് ഞാൻ കയർസേതിയായിരുന്നു. കണ്ടവന്റെ തല്ലും തൊഴിയുമേറ്റ് ചുമച്ചു വെപ്പുന്ന ഈ തടിയല്ലാണ്ട് ഈ തൊഴിലുകൊണ്ട് ഞാൻ ഒന്നും സമ്പാദിച്ചിട്ടില്ല. നിന്റെ സമ്പാദത്തിന്റെ കണക്കൊന്നും എനിക്ക് കേൾക്കണ്ട. അറിയാം സാഹിബേ, ഇന്ന് നിങ്ങൾ പ്രമാണിയാണ്. പള്ളിക്കും മന്ത്രിക്കും വാരി കൊടുക്കുന്ന നിങ്ങള് സമുദായത്തിലെ കഞ്ഞിക്കരി ഇല്ലാത്തവർക്ക് എന്ത് ചെയ്തു? വയറെരിയുമ്പോ ഉടുതുണി അഴിക്കുന്ന പെണ്ണുങ്ങൾക്ക് കിതാബ് ഓതി കൊടുത്ത വിശപ്പ് മാറില്ല സാഹിബേ. അതിനാണ് നീ ആ പെണ്ണ് കൊണ്ടുപോയി പേപ്പിച്ചത്? ഞാനല്ല, ആദ്യം അവളുടെ മേ കൈവച്ചത് നിങ്ങൾ ആളാക്കിയ ഈ നിൽക്കുന്ന വർഗീസാണ്. വയസ്സുകാലത്ത് എനിക്ക് ഈ തെരുവ് ജീവിക്കാൻ ഇവന്റെ സഹായം തേടേണ്ടി വന്നു. സ്വന്തം കാര്യം നേടാൻ സമുദായം മറന്ന് നസ്രാണിയെ നിങ്ങൾ കൂട്ടുപിടിക്കാറില്ലേ? ഇറങ്ങിക്കോ, പടിയവിട്ടു. വർഗീസേ, ഒരു മോനെ പോലെ നിന്ന് ഞാൻ പോറ്റി. അതിന്റെ കൂലിയാടാ നീ എനിക്ക് തന്നത്. നീ പോയിക്കോ സാഹിബൻ. ഞാൻ ഇറങ്ങി പോയാ. സൈനബയെ ഈ നിലയിൽ കാണുമെന്ന് ഞാൻ കരുതിയില്ല. നമ്മൾ ആഗ്രഹിക്കുന്നൊന്നും നടക്കില്ല ബാബു, വിധിച്ചതേ വരും. ഞാൻ പറഞ്ഞില്ലേ എന്നെ ഹോട്ടലിൽ നിന്നും പിരിച്ചുവിട്ട കാര്യം. അതിലെനിക്ക് സങ്കടമില്ല. ഇനി നീനെ കാണാൻ കഴിയുമെന്നാ എന്റെ സംശയം. നീ വിഷമിക്കണ്ടേ ആർലി. മനസ്സുകൊണ്ട് മോഹിച്ചൊരു പെൺകുട്ടിയെ പിരിഞ്ഞാലുണ്ടാകുന്ന സങ്കടം എനിക്കറിയാം. നിനക്ക് പണം ഇല്ലെന്നുള്ള കുറ്റമല്ലേ ഉള്ളൂ, അത് ഞാൻ തീർക്കും. ചാർലി കാരണമാണ് എനിക്ക് ഈ സമ്മാനം കിട്ടിയത്. ഞാനത് മറന്നിട്ടില്ല. ആ പണം നിനക്കൂടെ അവകാശപ്പെട്ടാണ്. നീയെങ്കിലും സന്തോഷമായിട്ടിരിക്കെ. ഞാനിന്ന് ദാസപ്പ മുതലാളിയോട് പറയും, എന്റെ പണം മുഴുവൻ ഞാൻ ഇന്ന് വാങ്ങിക്കും. കുഞ്ഞെ, നിങ്ങളെപ്പോലുള്ളവർക്ക് വരാൻ പറ്റിയ സ്ഥലമല്ല ഇത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു വന്നത്. ഇല്ല, ജോലിയില്ലാതെ പട്ടിണി കിടന്ന് ചത്താലും ഞാൻ വരില്ല. കുഞ്ഞിന് വിഷമായി തരാൻ വേറെ ആളെ നോക്കിക്കും. എനിക്ക് വേണ്ടെങ്കിലോ? ഞാൻ നശിക്കുന്നത് കാണാൻ കഴിയില്ലെന്നും പറഞ്ഞില്ലേ പപ്പേട്ടൻ പോകുന്നത്. ആ വിഷയം ഇനി ഞാൻ തൊടില്ല. കുഞ്ഞെ, സത്യം. പപ്പേട്ടൻ ഇനി എന്റെ വീട്ടിലേക്ക് വന്നൂടെ? എനിക്കെന്റെ പണം കിട്ടണം, അതിപ്പോ കിട്ടണം. അതെങ്ങനെയാ ബാബു? 3 മാസത്തേക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ടല്ലേ നമ്മൾ ബാങ്കിലിട്ടത്. അതിനിടയ്ക്ക് അവർ പണം തരൂല്ല. 1 മാസം കൂടെ കഴിഞ്ഞേ കിട്ടൂ. ശരി, 1 മാസം കഴിഞ്ഞാൽ മുതലാളി പണം എടുത്ത് തരണം. അതിനെന്താ, തരാമല്ലോ. ഖാൻ സാഹിബും ആ വക്കീലും നാറികളാ. ഞാനിനി ആ ഹോട്ടലിലേക്കില്ല. മോൻ ഇനി ഇവിടെ താമസിച്ചാ മതി. വേണ്ട മുതലാളി, ഞാൻ ആ പഴയ സ്ഥലത്ത് കിടക്കും, നിങ്ങളുടെ പാണ്ഡ്യാലയുടെ കോലയില്. അത് മോശമല്ലേ മോനെ? ഞങ്ങൾക്കൊരു ആൺകുട്ടി ഇല്ലാത്തതിന്റെ കുറവ് മോൻ തീർത്തു തരണം. ഇവിടെ ഒരു മോളല്ലേ ഉള്ളൂ.
വരൂ ഉപ്പേട്ട, അകത്തേക്ക് വരൂ. എന്റെ പണത്തിന്റെ പാഴി ചാർലിക്ക് കൊടുക്കണം. ആരാ ചാർലി? നമ്മൾ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത്? അവന് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. പിന്നെ സൈനവിക്ക് കൊടുക്കണം. കൊടുക്കാം. പപ്പു ഇവനും കൊടുക്കണം. വേണ അവിടെ ഇരിക്കേ. ഇരുന്നടോ. നമ്മുടെ ഭാഗ്യം കൊണ്ട് അവനിവിടെ വന്ന് കയറിയത്. എന്ത് ഭാഗ്യം? ഇടി ബുദ്ധി കിട്ടോളെ. 1.5 കോടി രൂപ അവന്റെ പേര് ബാങ്കിൽ കിടക്കുന്നത്. അത് അന്യര് വീതിച്ചെടുക്കും മുമ്പേ അവനെ ഇവിടെ തളച്ചിടണം. നീ വിചാരിച്ചാൽ അത് നടക്കും. അവന് നിന്നെ ഇഷ്ടപ്പെടാതിരിക്കില്ല. എന്റെ മോളൊന്ന് അടുത്ത് പെരുമാറിയാ മതി. എത്ര കണ്ടെടുക്കണം മമ്മി? കിടക്കറ വരെയോ കിടക്ക വരെയോ? ചാർലി വന്നത് ഇവിടുത്തെ ഓർക്കസ്ട്രയിൽ പ്ലേ ചെയ്യാനാണ്. പക്ഷെ എനിക്കത് അനുവദിക്കാൻ വയ്യ. ഞാൻ ആരാണെന്ന് മിസ്റ്റർ രഘുവിന് അറിയാലോ. അതുകൊണ്ടെന്താ കാര്യം? നിങ്ങളുടെ പപ്പയാണ് എന്നെ ഇവിടെ നിയമിച്ചത്. അദ്ദേഹം പിരിച്ചുവിട്ട ഒരാളെ ഞാൻ തിരിച്ചെടുക്കും. തീർച്ചയാണോ? രഘു സർ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഐ എം സോറി. എത്ര തവണ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ടെന്ന്? നീനയുടെ വാശിയാണ്. അതിന്റെ തുടക്കമേ ആയുള്ളൂ. പപ്പയ്ക്ക് വാശിയാണെങ്കിൽ ഇനി എന്റെ സ്ഥാനം ഞാൻ ബോധ്യപ്പെടുത്തും. ഷേർലി ഇവിടെ ക്യാബറ ആർട്ടിസ്റ്റായി വരുന്നതിന് മുമ്പ് ബോംബെയിലായിരുന്നു. അതിനു മുമ്പ് കൽക്കട്ടയിൽ. അത് ശരി. അവൾക്ക് അടുപ്പമുള്ള ആരെങ്കിലും ഈ സിറ്റിയിലുണ്ടോ? എന്റെ അറിവിലില്ല. അവൾ ആരോടെങ്കിലും ടെലിഫോൺ സംസാരിക്കാറുണ്ടോ? STDയോ ട്രങ്കോളോ? ലോക്കൽ കോൾ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വല്ല നമ്പറും ശ്രദ്ധിച്ചിട്ടില്ല. ചേട്ടന്റെ പിണക്കം തീർക്കാനാ ഞാൻ വന്നത്. ഇണക്കവും പിണക്കവും ഒക്കെ സമന്മാരുടെ ഇടയിലല്ലേ ഉള്ളൂ. ഇപ്പൊ ഞാനും അലക്സും തമ്മിൽ ആ നിലയിലല്ലല്ലോ ഇരിക്കൂ. ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ മുൻപ് നാം വഴക്കിട്ട് പിരിഞ്ഞാലും നിങ്ങളാരെയും ഞാൻ മറന്നിട്ടില്ല. ചാർലി ഇവിടെ ഇല്ലേ? ചാർലി ഈ കുടുംബം രക്ഷപ്പെട്ടോട്ടെന്ന് കരുതിയ ചാർലിയെ വിളിച്ച് ഞാൻ ഹോട്ടലിൽ ജോലി കൊടുത്തത്. അവിടുന്ന് പറഞ്ഞു വിട്ടതും അലക്സ് തന്നെയല്ലേ? അതിന്റെ കാരണം ചേട്ടൻ അറിയില്ല. എന്റെ മോളും ഇവനും തമ്മിലുള്ള അടുപ്പം. ഞാൻ കുറ്റം പറയല്ല, അവരുടെ പ്രായമല്ലേ. എന്നാൽ ഒരു ദുഷ്പേരുണ്ടാക്കാൻ അത് മതി. നാളെ വല്ലവന്റെയും കൂടെ കെട്ടിച്ചയക്കേണ്ട പെണ്ണാണ്. ചാർലി അത് മനസ്സിലാക്കണം. നീനയുമായി നീ ഇങ്ങനെ അടുത്ത് പെരുമാറുന്നത് ശരിയല്ല. ആ ബന്ധം നീ ഉപേക്ഷിക്കണം. ഒരാൾ മാത്രം വിചാരിച്ചാൽ ബന്ധമാവില്ലല്ലോ. ഹോട്ടലിലെ ജോലിയിൽ നിന്നും പിരിഞ്ഞ പോലെ നീനയെ പിരിയാൻ പ്രയാസമുണ്ട്. അതിനവൾ കൂടി സമ്മതിക്കണം. എടോ, എന്റെ മകളെ കൂട്ടുപിടിച്ച് നീ ഇന്ന് ഹോട്ടലിൽ വന്ന് ബഹളം ഉണ്ടാക്കിയത് ഞാൻ അറിഞ്ഞു. നാളെ അതുപോലെ വല്ലതും ആവർത്തിച്ചാൽ അഡ്വക്കേറ്റ് അലക്സാണ്ടർ ആരാണെന്ന് നീ അറിയും. ചേട്ടൻ കേട്ടല്ലോ? അലക്സിനെ അഡ്വക്കേറ്റ് ആകുന്നതിന് മുമ്പ് എനിക്കറിയാമല്ലോ. ഇന്ന് ആ പദവിയും കൊണ്ട് എന്ത് ഈ വീട്ടിലേക്ക് വന്നു? പണം കൊണ്ട് നീ വലിയവനാണെങ്കിൽ മാനം മര്യാദയായിട്ട് ജീവിച്ച പാരമ്പര്യ കുടുംബത്തിലുണ്ട്. നിന്റെ മകളും ചാർലിയായിട്ടുള്ള ബന്ധം നീ സമ്മതിച്ചാലും എനിക്കിഷ്ടമല്ല. അന്യരുടെ വീട്ടിൽ കയറി വന്ന് പ്രതാപവും ശക്തിയും വിളിച്ചു പറയുന്ന നീ ആദ്യം നിന്റെ മകളെ നിരക്കി നിർത്ത്. ഓഹോ, അപ്പൊ മകന് കൂട്ടാണ് അപ്പൻ അല്ലേ? അതെ, എന്റെ മകന്റെ കൂട്ടി വേണമെങ്കിൽ അവന്റെ അപ്പനായി ഞാനുണ്ടാവും. പോരാ അവിടുന്ന്.